إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കണമേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. അതിശക്തമായ നിലയ്ക്ക് തന്നെ വസിയ്യത്ത് ചെയ്യുന്നു. ഈ ഒരു വസിയ്യത്ത് നിർവഹിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഒരു നടപടിക്രമം, അതല്ലെങ്കിൽ അവന്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് അല്ലാഹു സൃഷ്ടിച്ച ചിലതിനെ മറ്റു ചിലതിനേക്കാൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്നതാണ്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അതിന് പറയാൻ കഴിയും. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറെ ആദരിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യ സമുദായം. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അള്ളാഹു മൊത്തത്തിൽ മനുഷ്യ സമുദായത്തെ കുറിച്ച് പറഞ്ഞതാണ്. എന്നാൽ ആ മനുഷ്യ സമുദായത്തെ മൊത്തത്തിൽ ആദരിച്ചപ്പോൾ അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിയോഗിച്ച പ്രവാചകന്മാരെ ശ്രേഷ്ഠരാക്കി, മറ്റു മനുഷ്യർക്കില്ലാത്ത പ്രത്യേകത. ഇനിയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ആ പ്രവാചകന്മാരിൽ നിന്ന് തന്നെ അല്ലാഹു പ്രത്യേകം ശ്രേഷ്ഠമാക്കുകയും ആദരിക്കുകയും ചെയ്ത ഉലുൽ അസ്മിൽപ്പെട്ട മഹാന്മാരായ പ്രവാചകന്മാർ. ഇനി ആ 5 പ്രവാചകന്മാരിലും അല്ലാഹു ഏറെ ശ്രേഷ്ഠമാക്കിയ, ഒരുപാട് ബഹുമതികളും ആദരവുകളും നൽകിയ നമ്മുടെ ജീവനായ അന്തിമദൂതനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോന്നും നമുക്ക് കാണാം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും സവിശേഷതകൾ നൽകുകയും ചെയ്തവരാണ് അവന്റെ മലായികത്ത്. ആ മലക്കുകളിൽ 3 മലക്കുകൾ വളരെ ശ്രേഷ്ഠരാണ്. ആ 3 മലക്കുകളിൽ അള്ളാഹു ഏറെ ബഹുമാനവും ആദരവും നൽകിയ മലക്കാണ് റൂഹുൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെയെല്ലാം
ഓരോന്നും നമുക്ക് പറയാൻ കഴിയും. ലോകത്ത് അല്ലാഹു ഏറെ ആദരിച്ച് ബഹുമാനിച്ച 3 പള്ളികളുണ്ട്. ഏതാണെന്ന് പറയാതെ നിങ്ങൾക്കറിയാം. ആ 3 പള്ളികളിൽ തന്നെ മസ്ജിദുൽ ഹറാം, ഭൂമിയിൽ അല്ലാഹു ശ്രേഷ്ഠമാക്കിയ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബുഖഅത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന ആ പ്രദേശമാണ്. രാവുകളിൽ അല്ലാഹു ഏറെ ബഹുമാനിച്ച രാവാണ് ലൈലത്തുൽ ഖദ്ർ. മാസങ്ങളിൽ അല്ലാഹു ഏറെ ബഹുമാനിച്ച മാസങ്ങളാണ് പവിത്രമായ 4 മാസങ്ങൾ. അതുപോലെ തന്നെ റമളാൻ മാസം. ദിവസങ്ങളിൽ അല്ലാഹു ആദരിച്ച ദിവസമാണ് യൗമുൽ ജുമുഅ. സൂര്യനുദിച്ച ദിവസങ്ങളിൽ ഏറെ ഖൈറായ ദിനം വെള്ളിയാഴ്ച ദിനമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണിക്കൂറുകളിൽ ഏറെ ശ്രേഷ്ഠമാക്കിയ മണിക്കൂറാണ് വെള്ളിയാഴ്ച ദിവസം. ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് ഒരു മുഅ്മിനായ അടിമ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ സമയം യോജിച്ചു വരികയും ചെയ്താൽ അവൻ ചോദിച്ചത് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹുവിന്റെ സിസ്റ്റം. ഇങ്ങനെയാണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? ഈ ഒരു ബോധം ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. കാരണം അല്ലാഹു ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖഅദ മാസം. ഹജ്ജ് എന്ന് പറയുമ്പോൾ, ഹജ്ജ് എന്ന പവിത്രമായ കർമ്മത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മഹാനായ ഒരു പ്രവാചകന്റെ കുടുംബത്തിന്റെ ത്യാഗോജ്വലമായ ചരിത്രത്തിന്റെ ആ ഉജ്ജ്വലമായ സ്മരണകൾ വിശ്വാസി അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലൂടെ കൊണ്ടു നടക്കുന്ന മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങളും ഒക്കെ. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു അത്ഭുതമാണ്, ഒരു വിസ്മയമാണ്. അത് വെറുതെ പറയുന്നതല്ല. ആ മഹാനുഭാവന്റെ ചരിത്രം കൃത്യമായ നിലയ്ക്ക് പഠിക്കുന്നവർക്ക് ബോധ്യമാകും ചരിത്രത്തിലെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, പ്രവാചക പരമ്പരയുടെ നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ആ മഹാനായ പ്രവാചകനെ കുറിച്ച് ഓർക്കാതെ നമുക്കെങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് ഓർക്കാൻ കഴിയും? നമുക്കെങ്ങനെ ഹജ്ജിന്റെ മാസങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും? അതുകൊണ്ട് തന്നെ ആ മഹാനായ പ്രവാചകന്റെ ചില കാര്യങ്ങൾ, അവിടുത്തെ ചില മാതൃകകൾ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒരുപാട് ചോദിച്ചു, അല്ലാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതൊന്നും സ്വന്തത്തിന് വേണ്ടിയായിരുന്നില്ല, സ്വന്തത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഭാവി തലമുറയുടെ നന്മയ്ക്കും അവരുടെ ഗുണത്തിനും അവരുടെ ഫലത്തിനും വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം. സുബ്ഹാനല്ലാഹ്, ആ പ്രാർത്ഥനകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, അവിടുത്തെ പ്രാർത്ഥനയുടെയും അവിടുത്തെ ജീവിതത്തിന്റെ സ്പർശവും ഏൽക്കാത്ത ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഏതാണുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. എല്ലായിടത്തും അവിടുത്തെ സ്പർശം നമുക്ക് കാണാം. കഅബയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ മഹാനായ ഖലീലുള്ളയുടെ സ്പർശമുണ്ട്. മക്ക എന്ന പുണ്യനാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്പർശമുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന ഇന്ന് മുസ്ലിം ലോകം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പവിത്രമായ നാട് ഫലസ്തീൻ, അവിടെ ഖലീലുള്ളയുടെ പാദസ്പർശമുണ്ട്. ഇസ്ലാമിലെ പള്ളികളിൽ വളരെ ശ്രേഷ്ഠമായ ബൈത്തുൽ മുഖദ്ദസ്, അവിടെ ആ മഹാനായ പ്രവാചകന്റെ സ്പർശമുണ്ട്, അടയാളമുണ്ട്. എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഈ അടയാളങ്ങളിലെല്ലാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്. ആ മഹാനായ പ്രവാചകന്റെ പാത ഉൾക്കൊള്ളാനാണ് നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിവർത്തി നോക്കൂ. മഹാനായ പ്രവാചകന്റെ ധാരാളക്കണക്കിന് പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ. നമ്മൾ ഖുർആൻ പലതവണ ഓതാറില്ലേ? എപ്പോഴെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ ചില പ്രാർത്ഥനകളും അതിലെ ഗുണപാഠങ്ങളുമാണ് ഇന്നത്തെ എന്റെ ഖുത്ബയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ
5-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. വഇദ് ഖാല ഇബ്രാഹീം, ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണമേ, സമാധാനമുള്ള നാടാക്കണമേ. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റുകയും ചെയ്യണമേ. സുബ്ഹാനല്ലാഹ്. വളരെ പ്രധാനമായ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദുആ ചെയ്തത്. എന്താണ് ഒന്നാമത്തെ പ്രാർത്ഥന? അല്ലാഹുവേ ഈ നാടിനെ, മക്കാ രാജ്യത്തെ നിർഭയത്വമുള്ള നാടാക്കണമേ. നിർഭയത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. സമാധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, നിർഭയത്വമുള്ള പല രാജ്യങ്ങളിലും അവിടുത്തെ നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനും ബോംബിങ്ങിനും സംഘർഷങ്ങൾക്കും ഇടയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ചൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. രാവിലെ നേരം പുലരുമ്പോൾ സമാധാനത്തോടുകൂടെ തന്റെ വീട്ടിൽ നിന്ന് ഉറക്കിൽ നിന്ന് ഉണരാൻ കഴിയാതെ ബോംബിങ്ങിനും അതേപോലെ സംഘർഷങ്ങളും യുദ്ധ കലുഷിതമായ സാഹചര്യങ്ങൾക്കും ഇടയിൽ എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയുക? നമ്മളൊക്കെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും നിർഭയത്വത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയില്ല. നിർഭയത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദുനിയാവിൽ വലിയ സമ്പന്നനാണ്, സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നിർഭയത്വമില്ലെങ്കിലോ അതുകൊണ്ട് കാര്യമില്ല. നിർഭയത്വം ഉണ്ടെങ്കിലേ സമാധാനപരമായി ഇബാദത്ത് ചെയ്യാനാകൂ, അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനാകൂ, ദീനിന്റെ പ്രബോധനം നിർവഹിക്കാൻ കഴിയൂ, എന്തിനേറെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ, പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നിർഭയത്വത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഒന്നാമതായി ദുആ ചെയ്തത്. അല്ലാഹുവേ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണമേ. നിർഭയത്വം എന്ന് പറഞ്ഞാൽ അതിൽ 4-5 ഘടകങ്ങളുണ്ട്. അത് സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു നാട്ടിൽ നിർഭയത്വം ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ഹിഫ്ളുദ്ദീൻ, ദീന് സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഹിഫ്ളുൻ നഫ്സ്, മനുഷ്യന്റെ ജീവൻ അതല്ലെങ്കിൽ അവന്റെ ശരീരം സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകണം. വഹിഫ്ളുൽ അഖ്ൽ, മനുഷ്യന്റെ ബുദ്ധിക്ക് സംരക്ഷണം ഉണ്ടാകണം. വഹിഫ്ളുൽ മാൽ, മനുഷ്യന്റെ ധനം സംരക്ഷിക്കപ്പെടണം. വഹിഫ്ളുൻ നസ്ൽ, സന്താനങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഈ 5 വളരെ പ്രധാനമായ കാര്യങ്ങൾ എവിടെ സംരക്ഷിക്കപ്പെടുന്നുവോ അവിടെ മാത്രമേ നിർഭയത്വം ഉണ്ടാകൂ. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവേ നാടിന്റെ നിർഭയത്വം നീ നിലനിർത്തി തരണമേ. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ പോരാ. മഹാനായ ഒരു പ്രവാചകൻ, അള്ളാഹുവിന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന പ്രവാചകൻ അള്ളാഹിനോട് ചോദിക്കാണ്, പഠിച്ചവനെ, സർവ്വതിനും മുമ്പ് ഏറ്റവും പ്രധാനം നിർഭയത്വമാണ്, അതുകൊണ്ട് നിർഭയത്വം തരണമേ. ഇത് മക്കാ നാടിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല. അവിടെ നിർഭയത്വമുണ്ട്, പക്ഷെ അവിടെ മാത്രം പോരാ. മനുഷ്യൻ ജീവിക്കുന്നിടത്തെല്ലാം നിർഭയത്വം അനിവാര്യമാണ്. അതുകൊണ്ട് നിർഭയത്വത്തിനും സമാധാനത്തിനും പ്രാധാന്യം നൽകിയ മതമാണ് അള്ളാന്റെ ദീന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താ അവിടുന്ന് പറഞ്ഞെന്നറിയോ? മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി കഅന്നമാ ഹീസത് ലഹു ദുനിയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആരെങ്കിലും നേരം പുലരുമ്പോൾ മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, തന്റെ സമൂഹത്തിനിടയിൽ സമാധാനത്തോടുകൂടെ ഒരാൾ നേരം പുലരുകയാണ്, മാത്രമല്ല വമുആഫൻ ഫീ ജസദിഹി, അവന് ശാരീരികമായ അസ്വസ്ഥതകളൊന്നുമില്ല, ആരോഗ്യവുമുണ്ട്. വഇൻദഹു ഖൂതു യൗമിഹി, അന്ന് ജീവിക്കാനുള്ള ഭക്ഷണവും അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും ഉടമപ്പെടുത്തിയവനെ പോലെയാണ് ആ മനുഷ്യൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താ പറഞ്ഞത്? ഒന്ന്, നിർഭയത്വം വേണം. രണ്ടാമത്തേത്, അയാൾക്ക് അന്ന് ജീവിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകണം. മൂന്നാമത്തേത്, ശാരീരികമായ അസ്വസ്ഥതകളില്ലാതെ ആരോഗ്യമുള്ള ഒരു ശരീരം അയാൾക്കുണ്ട് എങ്കിൽ എല്ലാമായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ നോക്കൂ,
ഇതിനാണ് ഒന്നാമതായി പ്രാർത്ഥിച്ചത്. ഇത് നിലനിൽക്കണം അല്ലേ? ഇത് പോകും, ഈ നിർഭയത്വം പോകും. ഇതെന്നും ഒരു നാട്ടിലുണ്ടാവുമോ? ഇല്ല. അതെങ്ങനെയാണ് ഈ നിർഭയത്വം നിലനിൽക്കുന്നതും നിർഭയത്വം പോകുന്നതൊക്കെ എങ്ങനെയാണ്? അതിന്റെ ആ മെത്തേഡ് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതെന്താണെന്നറിയോ? നമുക്കിങ്ങനെ ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിഷേധിച്ചു തള്ളുകയും അതിനെയൊക്കെ മറക്കുകയും എന്നിട്ട് തോന്നിയ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തന്ന ആ നിർഭയത്വം എപ്പോഴും അവൻ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ദ പോയിന്റ്. അതാണ് അതിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം. അതാണ് എന്ത്? അള്ളാഹു ഒരു നാടിന് നിർഭയത്വം കൊടുത്തു, സമാധാനം കൊടുത്തു. കുറെ കാലം അവരിങ്ങനെ നിർഭയത്വത്തിൽ ജീവിക്കാണ്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അള്ളാഹ് കൊടുത്ത നിഅമത്തുകളെ മുഴുവനും നിഷേധിച്ചു തള്ളി റബ്ബിന്റെ ഏകത്വത്തിൽ തന്നെ പങ്കുചേർത്ത് പടച്ച തമ്പുരാനെ മറന്ന് ഏതൊരു ജനത എവിടെ ജീവിച്ചുവോ അവർക്കുള്ള നിർഭയത്വം പടച്ച തമ്പുരാൻ ഊരിയെടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്കൊക്കെ പഠിക്കേണ്ട, വായിച്ചെടുക്കേണ്ട ഒരു വചനമാണ് സൂറത്തുൻ നഹ്ലിലെ 112ാമത്തെ വചനം. നിങ്ങൾ ഇത് അമാനി മൗലവിന്റെ തഫ്സീർ എടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. എന്താണ് അല്ലാഹ് പറയുന്നത് അറിയോ? വല്ലറബല്ലാഹു മസലൻ ഖർയതൻ കാനത് ആമിനതൻ മുത്മഇന്ന യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാഹ് فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. وضرب الله مثلا. അല്ലാഹു ഇതാ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നു. ഖർയതൻ, ഒരു നാട്ടുകാരുടെ ഉദാഹരണം. എങ്ങനെയായിരുന്നു ആ നാട്ടുകാരെന്നറിയോ? കാനത് ആമിനതൻ മുത്മഇന്ന, അവര് നല്ല സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന നാട്ടുകാരായിരുന്നു. നല്ല സമാധാനമായിരുന്നു, നല്ല നിർഭയത്വം, ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അവരൊരു പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ നാട്ടിൽ നിന്നും അവിടേക്ക് സുഭിക്ഷമായി ഭക്ഷണം വരും. എല്ലാ ഫ്രൂട്ട്സും അവിടേക്ക് വരുന്നുണ്ട്. എല്ലാ ഭക്ഷണ സാധനങ്ങളും ആ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ഒന്നിനൊരു കുറവില്ല. സമാധാനത്തോടുകൂടെ ജീവിക്കാൻ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ അനുഗ്രഹമൊക്കെ അവര് മറന്നു. അവർക്ക് കിട്ടിയ നിഅമത്തുകളൊക്കെ അവര് മറന്നു. എന്നിട്ട് എന്താ അവര് ചെയ്തെന്നറിയോ? ഫകഫറത് ബിഅൻഉമില്ലാഹ്. അതാണ് നിങ്ങൾ അടിവരയിടേണ്ടത്. എന്താണ്? ഫകഫറത് ബിഅൻഉമില്ലാഹ്. മനസ്സിലായോ? ഇത് കേട്ട് ഉറങ്ങാൻ എല്ലാവർക്കും നല്ല സുഖമായി. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും. ഫകഫറത് ബിഅൻഉമില്ലാഹ്, അല്ലാഹ് തന്ന നിഅമത്തുകളെ നിഷേധിച്ചു അവർ. അപ്പൊ എന്താ അല്ലാഹ് പറഞ്ഞെന്നറിയോ? ഫഅദാഖഹല്ലാഹ്. ആ വേർഡ് തന്നെ നമ്മൾ നോട്ട് ചെയ്യണം. ഫഅദാഖഹല്ലാഹ്. അല്ലാഹു ആ നാട്ടുകാരെ ആസ്വദിപ്പിച്ചു. എന്താ ആസ്വദിപ്പിച്ചതെന്നറിയോ? ലിബാസൽ ജൂഇ, വിശപ്പിന്റെ വസ്ത്രം അല്ലാഹു അവരെ ധരിപ്പിച്ചു. വൽ ഖൗഫി, അവരെ അല്ലാഹു ധരിപ്പിച്ച വസ്ത്രം ഏതാണെന്നറിയുമോ? പേടിയുടെ, ഭയത്തിന്റെ വസ്ത്രം അല്ലാഹു അവരെ ധരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. വസ്ത്രം ധരിപ്പിച്ചു എന്നാ പറഞ്ഞു. വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് ഫുൾ ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം ജൂആണ്, വിശപ്പാണ്, ഫുൾ ടൈം നിർഭയത്വമില്ല, പേടിയാണ്. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? അവര് ചെയ്ത തെമ്മാടിത്തരത്തിന്റെ, അവര് ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. ബിമാ കാനൂ യസ്നഊൻ, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അല്ലാഹു അവരുടെ നിർഭയത്വത്തെ ഊരിയെടുത്തത്. അതുകൊണ്ട് ഖലീലുള്ളാഹിയുടെ പ്രാർത്ഥന ഓർക്കുക. എന്ത്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കണം. എന്ത്? പടച്ചവനെ, ഞങ്ങളുടെ നിർഭയത്വം നീ നിലനിർത്തേണമേ. പല നിലക്കും നിർഭയത്വം പോകും. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടായാൽ നമ്മുടെ നിർഭയത്വം പോകും കൂട്ടരെ. ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രശ്നം ഉണ്ടായാൽ നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയൂല. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിൽ ഖാലിസായ നിലയ്ക്ക് റബ്ബിന്റെ ഏകത്വം, തൗഹീദ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ നിർഭയത്വം നിലനിൽക്കുകയുള്ളൂ. നാടിന്റെ നിർഭയത്വം ഉണ്ടാകുകയുള്ളൂ. കുടുംബത്തിൽ നിർഭയത്വം ഉണ്ടാകുകയുള്ളൂ. അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് അല്ലാഹു പറയാണ്. സൂറത്തുൽ അൻആമിലെ 82ാമത്തെ ആയത്താണ്. അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വാസത്തിൽ ശിർക്കാകുന്ന ദുൽമിനെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ അംന ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഖാലിസായ നിലക്ക് തൗഹീദും കൂടെ ഉണ്ടാവണം.
നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ തൽക്കാലം വിടുകയാണ്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അഥവാ ശിർക്കിൽ നിന്ന് നീ അകറ്റണമേ. ആരാത് പ്രാർത്ഥിക്കുന്നത്? തൗഹീദിന്റെ പടനായകൻ, ആദർശ പിതാവ്, സർവ പ്രവാചകന്മാരുടെയും പരമ്പരയുടെ നേതാവ്, ആ മഹാനായ ഖലീലുള്ള അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ ശിർക്കിൽ നിന്ന് എന്നെ അകറ്റണം. എന്നെ മാത്രം പോരാ, എന്റെ സന്തതികളെയും ശിർക്കിൽ നിന്ന് നീ അകറ്റണമേ. എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശിർക്ക് എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ പാപം, എത്ര തൗഹീദ് കിട്ടിയവനാണെങ്കിലും എപ്പോഴും ശിർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ തൗഹീദിന്റെ ആളാണ്, ഇനി എന്റെ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല എന്ന നിലക്ക് ജീവിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് നിരന്തരമായി റബ്ബിനോട് തേടണം, പടച്ചവനെ ശിർക്കല്ലാത്തതെന്തും നീ പൊറത്തു തരും, പക്ഷേ നിന്നിൽ പങ്കു ചേർക്കുന്ന, നിന്റെ തൗഹീദിന് കളങ്കം ചാർത്തുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ ജീവിതത്തിൽ സംഭവിക്കരുതല്ല റബ്ബേ. അതുകൊണ്ട് എനിക്ക് നിന്റെ ഹിഫ്ള് വേണം നാഥാ, എന്റെ തൗഹീദിനെ നിലനിർത്താൻ നീ എന്നെ സഹായിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ആരാ? തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിതനായ പ്രവാചകനാണ്. എന്നിട്ടോ ആ റസൂൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? പഠിച്ചു വെച്ചോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എന്ത്? അൻ ഉശ്രിക ബിക വ അന അഅലം, ഞാൻ അറിഞ്ഞ നിലക്ക് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ. ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, ഞാൻ അറിയാത്ത നിലക്ക് എങ്ങനെയെങ്കിലും അത് സംഭവിച്ചാൽ റബ്ബേ എനിക്ക് പൊറുത്തു തരണേ. ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിന്റെ തൗഹീദിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ, ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് നമ്മുടെ ജീവന്റെ ജീവനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് തേടുമായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ഒന്ന്, നിർഭയത്വത്തിന് വേണ്ടി തേടണം, അതിന് നിലനിൽക്കാനുള്ള തൗഹീദ് നിലനിർത്തണം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ശിർക്കിനെ പേടിക്കണം, ശിർക്ക് വരാതിരിക്കാൻ അല്ലാഹുവോട് തേടണം, റബ്ബിനോട് കാവൽ ചോദിക്കണം. ആ പ്രാർത്ഥനയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയോ? വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, ഞാൻ മാത്രം നന്നായാൽ പോരാ, എന്റെ മക്കളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റണമേ. ഭാവി തലമുറക്ക് വേണ്ടി ദുആ ചെയ്യാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഏത് നന്മയും നമ്മുടെ മക്കൾക്ക് കൂടി ഉണ്ടാകണം, മക്കൾ കൂടെ നന്നാകണം. അതിനുവേണ്ടി അല്ലാഹുവോട് നമ്മൾ തേടണം. ആ വിഷയത്തിൽ ആശങ്ക വേണം. അതല്ല നമ്മൾ കുറെ നന്മ ചെയ്യുന്നു, നമ്മൾ ക്ലാസ്സിന് പോകുന്നുണ്ട്, നമ്മൾ പ്രഭാഷണ പരിപാടികൾക്ക് പോകുന്നുണ്ട്, നമ്മൾ ദീന് ലൈവായിട്ട് നിലനിർത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ മക്കളോ, അവരിതിനൊന്നും കിട്ടുന്നില്ല. അവര് വേറെ ലോകത്താണ്, അവര് ന്യൂജനാണ്, അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നു, അവര് അവരുടേതായ ലോകത്തേക്ക് വിടുന്നു, അവർക്ക് അഡ്വൈസ് ഇല്ല, അവര് നന്നാകാൻ ദുആയില്ല. ആ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടുമില്ല. നോ, അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയല്ല. ബേജാറ് വേണം, മക്കൾ പിഴച്ചു പോകുമോ പേടി വേണം. ആ ഖലീലുള്ള പകർന്ന ആദർശം അവിടുത്തെ മക്കൾക്ക് പകർന്നത് കൊണ്ടാണ് അവിടുത്തെ വഴിയിൽ വന്ന ഭാവി തലമുറ പോലും അതിൽ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅകൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ ആയത്ത്. അതെന്താ? യാക്കൂബ് നബി മരണത്തോട് മല്ലടിക്കുന്ന നേരമാണ്, മരണം ആസന്നമായ നേരമാണ് യാക്കൂബ് നബിക്ക്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? തന്റെ മക്കളെ മുഴുവനും ചുറുചുറുക്കുള്ള നല്ല യൗവനം, നല്ല മക്കളാണ് യാക്കൂബ് നബിയുടെ മക്കള്, നമുക്കറിയാലോ. ആ മക്കളെ മുഴുവനും യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ബെഡിന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്. മക്കളെ വരി, എല്ലാവരും വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, വാപ്പ ഇന്ന് കണ്ണടച്ചാൽ
മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും, ആർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യും? മക്കളെല്ലാരും പറയാ യാക്കൂബ് നബിയോട്, പാപ്പാ ആശങ്ക വേണ്ട, നഅ്ബുദു ഇലാഹക, അങ്ങയുടെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക, വ ഇലാഹ ആബായിക ഇബ്രാഹിം, അങ്ങയുടെ വാപ്പയായ ഇബ്രാഹിമിന്റെ ഇലാഹിനെയാണ്, വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദാ, ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഒക്കെ ഏകനായ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായിരിക്കും. പാപ്പ സമാധാനത്തോടു കൂടെ കണ്ണടക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, ഭാവി തലമുറക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, 3 കാര്യം ഒരൊറ്റ പ്രാർത്ഥനയിലുണ്ട്. സുബ്ഹാനല്ലാഹ്. നിർഭയത്വം, തൗഹീദ് നിലനിർത്താനുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എത്ര വിശദീകരണം അർഹിക്കുന്ന ആയത്തുകളാണ്. ഇനി അടുത്ത പ്രാർത്ഥന കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, വമിൻ ദുർരിയതി, എന്റെ സന്തതികളെയും, റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, ഈ പ്രാർത്ഥന നീ വെറുതെയാക്കല്ലേ, എന്റെ ദുആ നീ കബൂലാക്കണേ. നോക്കൂ, ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല പറഞ്ഞ കൽപ്പനകളെല്ലാം ശിരസാവഹിച്ചു എന്ന് അല്ല സർട്ടിഫൈ ചെയ്ത ഖലീലുള്ള പ്രാർത്ഥിക്കുകയാണ്, എന്നെ നീ നമസ്കാരം നിർവഹിക്കുന്നവനാക്കണേ, മുഖീമുസ്സലാ. നമ്മളൊക്കെ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ മുഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? എന്താ അർത്ഥം എന്നറിയോ? എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല. മുഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ അതിൽ 3-4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം യുഅദ്ദി, അത് നിലനിർത്തണം, ആ നിസ്കാരം നിർവഹിക്കണം, ബിഇൻതിളാമിൻ, വളരെ വ്യവസ്ഥാപിതമായി, യുഹാഫിളു അലാ അർകാനിഹാ, അതിന്റെ റുക്നുകൾ സൂക്ഷിച്ചുകൊണ്ടും, വശുറൂതിഹാ, അതിന്റെ ശുറൂത്തുകൾ സൂക്ഷിച്ചുകൊണ്ടും, അതേപോലെ അതിന്റെ വാജിബാത്തുകൾ സൂക്ഷിച്ചുകൊണ്ട്, അതേപോലെ പ്രത്യക്ഷവും പരോക്ഷവുമായ നിലയ്ക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, ഖുശൂഅോടുകൂടെ, ഖുദൂഅോടുകൂടെ, അല്ല കൽപ്പിച്ച നിലയ്ക്ക് കൃത്യമായ സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കുന്നവനാണ് മുഖീമുസ്സലാ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നിസ്കാരം നിർവഹിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കള്, പഠിച്ചവനെ തെറ്റിക്കാതെ എന്റെ മക്കള് കൃത്യമായിട്ട് നിസ്കരിക്കണേ, പ്രാർത്ഥിക്കാറുണ്ടോ? ഇതിങ്ങനെ പ്രാർത്ഥിക്കാന്നല്ലാതെ റബ്ബി പ്രാർത്ഥന കബൂലാക്കുമോ? പേടിയുണ്ടോ നമുക്ക്? ഇല്ല. അപ്പൊ അതിലൊക്കെ നമുക്ക് ഉൾക്കാഴ്ച വേണം, അല്ലേ? മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, മഹാനായ ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശത്തിൽ നമുക്ക് കാണാം, യാ ബുനയ്യ അഖിമിസ്സലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നിസ്കാരം നിലനിർത്തണമെന്ന് കൃത്യമായ നിലക്കുള്ള ഉപദേശം ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശത്തിൽ കാണാം. ഞാൻ ആ വിഷയം വീട്ടിൽ സംസാരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത പ്രാർത്ഥനയാണ്, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. റബ്ബേ, പിൽക്കാലക്കാരിൽ എന്നെ കുറിച്ച് സൽകീർത്തി നിലനിർത്തണമേ, എന്നെ സംബന്ധിച്ചുള്ള സൽകീർത്തി വരും തലമുറകളിൽ നിലനിർത്തണമേ. അത് അല്ലാഹു സ്വീകരിച്ചു. എല്ലാ മതങ്ങളും ആദരിക്കുന്ന മഹാനായ നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മുടെ നിസ്കാരത്തിലും ഖുതുബയിലുമൊക്കെ നമ്മൾ ചൊല്ലുന്ന ആ സ്വലാത്ത് പോലും മഹാനായ ആ നേതാവിനോടുള്ള ആദരവാണ്, സൽകീർത്തിയാണ്, അല്ലേ? സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്തില്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ട്, ലോകം മുഴുവനും ഓർക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. എന്താണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നന്മ ചെയ്യല്ല. നമ്മുടെ ഇന്റൻഷനോ ഉദ്ദേശമോ മാറിപ്പോകാൻ പാടില്ല. നമ്മൾ ഏത് നന്മ ചെയ്യുമ്പോഴും പടച്ച റബ്ബിന്റെ മാത്രം വജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ എങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. മറ്റുള്ളവർ ഇന്ന മനുഷ്യൻ, ഇന്ന മഹല്ലിലെ ഇന്ന മനുഷ്യൻ, ഇന്ന കുടുംബത്തിലെ ഇന്ന ആള്, അയാളാണ് അതിന്റെ മാതൃക, അയാൾ നല്ല മനുഷ്യനായിരുന്നു, അയാൾ ചെയ്തു വെച്ച നന്മയാണിത്, അയാൾ എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങൾക്ക് പറയാനും പ്രചോദനമേകാനും പറ്റുന്നൊരു വ്യക്തിത്വമായി നമ്മൾ മാറുക എന്നത് ആ ഭാഗ്യം. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഒന്ന്, നമ്മൾ നേടിയെടുത്ത നന്മ അതിന് ചീത്തപ്പേരുണ്ടാക്കാത്ത മക്കളുണ്ടാകണം. വാപ്പ ചിലപ്പോ നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ മക്കള് മോശമായി പോയാൽ വാപ്പാന്റെ സൽപ്പേര് വരെ മക്കള് ചീത്തപ്പേരാക്കും, അല്ലേ? അതിനെന്താ വേണ്ടത്? മക്കളെ നന്നായി വളർത്തണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളെ നന്നായി വളർത്തി.
അദ്ദേഹത്തിന്റെ സൽപ്പേര് ലോകത്ത് നിലനിന്നു. മാത്രല്ല അദ്ദേഹം രാപ്പകലില്ലാതെ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്തു. പണിയെടുക്കുമ്പോഴാണ് നമുക്ക് സൽകീർത്തി ഉണ്ടാകുക. നമ്മളൊരു നന്മയോ നാട്ടിനുപകാരമുള്ള ഒന്നും നമ്മൾ ചെയ്യാതെ എന്നെ കുറിച്ച് ആളുകൾ നല്ലത് പറയണമെന്ന് ചിന്തിച്ചത് കൊണ്ട് ഒരാൾ നല്ലവനായില്ല, അയാൾക്ക് സൽകീർത്തി ഉണ്ടാവില്ല. മറിച്ച് നല്ല അധ്വാനങ്ങൾ, നമ്മുടെ കയ്യൊപ്പ്, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും നന്മയുടെ ഒരു മാർഗത്തിൽ എന്റെയോ നിങ്ങളുടെയോ കയ്യപ്പ് ഇവിടെ ചാർത്തിക്കൊണ്ട് തിരിച്ചു പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ലോകത്തെ കുറിച്ചുള്ള സൽകീർത്തി ഉണ്ടാവും. മഹാന്മാരായ ഇമാമിങ്ങൾ നോക്കൂ. നമ്മുടെ ഒരു ലൈബ്രറിയിലേക്ക് കയറിയാൽ മഹാനായ ഇമാം ബുഖാരിയെ നമ്മൾ ഓർക്കുന്നു, ഇമാം മുസ്ലിമിനെ നമ്മൾ ഓർക്കുന്നു, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ നമ്മൾ ഓർക്കുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയെ ഓർക്കുന്നു, ഇബ്നു കതീർ റഹ്മത്തുള്ളാഹിയെ ഓർക്കുന്നു, ഇമാം തബരിയെ ഓർക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഹദീസിന്റെ മുഹദ്ദിസുകളെ നമ്മൾ ഓർക്കുന്നു, മുഫസ്സിരീങ്ങളെ ഓർക്കുന്നു. എന്തുകൊണ്ടാണത്? അവരൊക്കെ മരിച്ചു മണ്ണോട് ചേർന്നു പോയപ്പോഴും ലോകത്ത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവരിന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്ത നന്മയുടെ ഗുണഫലങ്ങളായി ലോകം അവസാനിക്കുന്നത് വരെ അവരെ കുറിച്ചുള്ള സൽകീർത്തിയും സൽചിന്തയും ലോകത്ത് നിലനിൽക്കുക. ഇതിനെന്ത് വേണം? നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു നന്മ ആത്മാർത്ഥമായി ചെയ്ത് അത് സമൂഹത്തിന് സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മളെ കുറിച്ചുള്ള സൽകീർത്തി ലോകത്ത് നിലനിൽക്കും. അതിനുവേണ്ടിയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ ഞാൻ ചുരുക്കുന്നു. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ്. അവിടെ മഹാനായ ഖലീലുള്ള പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് സമർപ്പിച്ച മുസ്ലിമീങ്ങളാക്കണമേ. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. കണ്ടോ, ഭാവിയിൽ ഞങ്ങളുടെ ഉമ്മത്തിൽ, ഞങ്ങളുടെ തലമുറയിൽ ഒരു മുസ്ലിം സമുദായത്തെ റബ്ബേ നീ നിലനിർത്തണമേ. വഅരിനാ മനാസികനാ, ഞങ്ങൾക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ തോന്നിയതുപോലെ ചെയ്യല്ല, നീ ഞങ്ങൾക്ക് കാണിച്ചു താ റബ്ബേ. വതുബ് അലൈനാ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ. ഇന്നക അൻത തവ്വാബുർ റഹീം. ഒക്കെ പഠിക്കാണ്ട് തോന്നിയ കർമ്മങ്ങൾ ചെയ്യലല്ല, അല്ലാഹു റസൂലും പഠിപ്പിച്ചത് ചെയ്തെങ്കിലേ കബൂലാകൂ. പിന്നെ ഞാനൊരു തെറ്റും പറ്റാത്ത ആളാണ്, എനിക്ക് തൗബയൊന്നും വേണ്ട എന്ന ചിന്ത മുസ്ലിമിന് പറ്റില്ല. ഖലീലുള്ള പറയണ റബ്ബേ ഞങ്ങളുടെ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നീ കബൂലാക്കണേ. വരും തലമുറയിൽ നിന്റെ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ. അവർക്ക് നിന്റെ വേദഗ്രന്ഥം ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ, നിന്റെ ഹിക്മത്ത് അവരെ പഠിപ്പിക്കാൻ. പ്രവാചകന്മാരില്ലാതെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഭാവി തലമുറയിൽ ഉമ്മത്തിൽ ഉണ്ടാകരുത്. എല്ലാം ആശങ്കയോടുകൂടെ കണ്ട് ഭാവി തലമുറക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഖലീലുള്ളയുടെ പ്രാർത്ഥനകളാകട്ടെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതിൽ നിന്നുള്ള പാഠങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ പാഠങ്ങൾ സ്വീകരിച്ച് ആ മഹാനായ ആദർശ പിതാവിന്റെ ജീവിതം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ആ നിലക്കുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സർവ്വലോക പരിപാലകനായ റബ്ബ് അതിനുള്ള മഹാഭാഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മഹാനായ ഖലീലുള്ളയുടെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നാളെ മാലോകരം മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറിൽ അപമാനിക്കപ്പെടാതിരിക്കാൻ, ലോകത്തിന് മാതൃക നൽകാൻ കെൽപ്പുറ്റ ഒരു പ്രവാചകൻ വിതുമ്പുന്ന പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. റബ്ബി ലാ തുഖ്സിനി വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. പടച്ചവനെ, മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ദിനം എന്നെ നീ അപമാനിക്കരുത് എന്ന് ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അന്നത്തെ ദിവസത്തിന്റെ കഥ ഖുർആൻ തുടർന്ന് പറയാൻ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ആർക്കും ഉപകരിക്കപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബുമായി വന്നവൻ ഒഴികെ. ആരാ സലീമായ ഖൽബ്? സലീമായ ഖൽബ് ആർക്കുള്ളത്? ആ ഖൽബ് എന്ന് പറയുന്നത് അൽ ഖൽബുൽ ഖാലിസ്.
പ്യൂരിഫൈ ചെയ്ത കൽബാണ്, ഖാലിസായ കൽബാണ്. എന്തിൽ നിന്ന്? ശിർക്കിൽ നിന്ന്. ശിർക്കുണ്ടാവൂല ആ കൽബിൽ. ആ കൽബിൽ ഗില്ല്, പകയുണ്ടാകൂല. ആ കൽബിൽ ഹഖദ് ഉണ്ടാകൂല. ആ കൽബിൽ ഹസദ് ഉണ്ടാകൂല. ആ കൽബിൽ പിശുക്കുണ്ടാകൂല. ആ കൽബിൽ കിബർ ഉണ്ടാകൂല. ആ കൽബു യംതലിഉ ബിഖൗഫില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൽബാണത്. അങ്ങനെയുള്ള ഒരു കൽബുമായി പരലോകത്തെത്തിയാലല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. മറ്റൊരു പ്രധാനമായ കാര്യം ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രത്യേകമായ സാഹചര്യം. ഒരു ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, നമ്മുടെ നാട്ടിൽ ഒരു പാർട്ടി ജയിച്ചു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്താണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇനി നാട് ഭരിക്കേണ്ടത് ആരാണ്, നമ്മുടെ നാടിന് നേതൃത്വം നൽകേണ്ടത് ആരാണ് എന്ന നിലക്കുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റോ ഒക്കെ പോയി ഏതെങ്കിലും കക്ഷിക്കോ പാർട്ടിക്കോ ഒക്കെ വേണ്ടി വാദിക്കുകയും ചീത്ത പറയുകയും മറ്റുള്ളവനെ തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ വിസ്മരിക്കരുത്. നാടിനെ നയിക്കാൻ നാടിനും നാട്ടുകാർക്കും ഈ ലോകത്തിനും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിനും അവിടെ ജീവിക്കുന്ന അടിമകൾക്കുമൊക്കെ പ്രയോജനമുണ്ടാകുന്ന, നാട് നീതിയോടുകൂടെ ഭരിക്കുന്ന, ജനസേവന മനോഭാവമുള്ള നല്ലവരെ ഞങ്ങളുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടിയാണ് നല്ലവരെ ഞങ്ങളുടെ നായകരാക്കണമേ, പക്ഷപാതിത്വത്തിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്നവരെ രക്ഷപ്പെടുത്തണമേ, നാട്ടിൽ തളച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന വർഗീയതക്കെതിരെ പോരാടുന്നവരെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തണമേ. അതിന് പടച്ച തമ്പുരാനെ, മറ്റാരും ഇടപെടുന്നതിനേക്കാൾ നീയാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്. നിന്റെ ഇടപെടൽ ആ മേഖലയിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. നീയാണ് അധികാരം നൽകുന്നതും അധികാരം ഊരിയെടുക്കുന്നതും. നിന്റെ കയ്യിലാണ് സകലത്തിന്റെയും ആധിപത്യമുള്ളത്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ നിർഭയത്വവും ഞങ്ങളുടെ നാടും മുസ്ലിമീങ്ങളുടെ നന്മക്കുമൊക്കെ ഉപകാരപ്രദമാകുന്നവരെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ വല്ലി അലൈനാ ഖിയാറനാ എന്ന മഹാന്മാർ അതിന് നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥന. പടച്ചവനെ, നല്ലവരെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കണമേ. വഖ്ഫിനാ ശിറാറനാ, ഞങ്ങളിൽ തിന്മ ചെയ്യുന്ന ദുഷ്ടന്മാരെ ഞങ്ങൾക്ക് മതിയാക്കി തരണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാൻ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യവും കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിന്റെ നിർഭയത്വം അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിഡ്നി രോഗം ബാധിച്ചവരും അതേപോലെ ശാരീരികമായ വിഷമം സഹിക്കുന്നവരും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വേദനകളോടുകൂടെ തള്ളി നീക്കുന്ന പല രോഗികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് എത്രയും വേഗം നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر من نصر الدين، اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.